Hi dear students, ഇന്ന് നമ്മുടെ കെമിസ്ട്രിയിലെ ലാസ്റ്റ് ടോപ്പിക് ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ് നോക്കാൻ പോകുന്നത്. അതിന്റെ മുന്നേയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഗാൽവനിക് സെൽ, അതുപോലെ തന്നെ മോൾട്ടൺ NaCl ന്റെ ഇലക്ട്രോളിസിസ്, NaCl സൊല്യൂഷന്റെ ഇലക്ട്രോളിസിസ്, ഇതെല്ലാമാണ് അതിൽ ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് ടോപ്പിക്കായി പിന്നെ റിയാക്ടിവിറ്റി സീരീസുമായി ബന്ധപ്പെട്ട് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഒക്കെ നിങ്ങൾ കണ്ടു, റിഡോക്സ്. ഇതാണ് ആ ചാപ്റ്ററിൽ ആകെ കൂടിയുള്ള ഒരു ടോപ്പിക് എന്ന് പറയാനുള്ളത്. ഇത്രയേ ഉള്ളൂ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രോപ്ലേറ്റിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലിന് മേലെ വേറൊരു മെറ്റൽ കോട്ട് ചെയ്യുന്നതാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്, സിറ്റുവേഷൻസിലാണ് നമുക്ക് യൂസ്ഫുൾ ആവുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ റോഡ് ഗോൾഡ് സ്വർണ്ണാഭരണങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇമിറ്റേഷൻ ഗോൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടില്ലേ? നമുക്ക് സ്വർണത്തിന് നല്ല വിലയാണ്. അപ്പോൾ പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി ആർഭാടം കാണിക്കാൻ വേണ്ടി കുറേ സ്വർണ്ണാഭരണം ഉണ്ട് എന്ന് തോന്നിക്കാൻ വേണ്ടി പലരും സ്വർണം അല്ലാത്ത കളറിൽ ആഭരണങ്ങൾ അണിഞ്ഞു കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ചെറിയ വില കുറഞ്ഞ മെറ്റൽസിൻ്റെ മുകളിൽ ഗോൾഡ് കളർ കോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് ഗോൾഡാണ് തോന്നുകയും ചെയ്യും. വില കുറഞ്ഞ രീതിയിൽ നമുക്ക് ജ്വല്ലറീസ് കണ്ടെത്താനും പറ്റും ഇലക്ട്രോപ്ലേറ്റിംഗ്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ പഴയ കാലത്ത് അയണിൻ്റെ, ഇരുമ്പിൻ്റെ ബാർസാണ് ഡോറിൻ്റെ പിടി, അതുപോലെ തന്നെ ബാത്റൂമിലാണെങ്കിലൊക്കെ ഇരുമ്പ് കൊണ്ടുള്ള കുറേ കാര്യങ്ങളാണ്. ഇന്നതൊക്കെ മാറി ഇരുമ്പിൻ്റെ മേലെ ക്രോമിയം എന്ന മെറ്റൽ കോട്ട് ചെയ്ത് തുടങ്ങി, അതായത് ഒരു സ്റ്റീൽ കളർ. അപ്പോൾ എന്താ, ഈ ക്രോമിയം എന്ത് ചെയ്യുന്നില്ല, പെട്ടെന്ന് അങ്ങോട്ട് നശിച്ചു പോകുന്നില്ല. ഇരുമ്പാണെങ്കിൽ നമ്മൾ വീട് വെച്ച് അടുത്ത വർഷം കഴിയുമ്പോഴേക്കിന് അത് തുരുമ്പ് പിടിക്കാനൊക്കെ തുടങ്ങും, ഡീകേ സംഭവിച്ചു തുടങ്ങും. എന്നാൽ ക്രോമിയം പൂശിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ സ്റ്റീൽ കളറിൽ ഇങ്ങനെ എപ്പോഴും കാണാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് ഇന്ന് ഉപയോഗിക്കുന്നത്. മെറ്റലിന് ഡീകേ സംഭവിക്കുന്നില്ല, നശിച്ചു പോകുന്നില്ല. അപ്പോൾ ഇത്രയും കുറേ യൂസ്ഫുൾ ഉണ്ട് ഇലക്ട്രോപ്ലേറ്റിങ്ങിന്. അപ്പോൾ ആ ഇലക്ട്രോപ്ലേറ്റിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങളും അതുപോലെ തന്നെ ഇലക്ട്രോപ്ലേറ്റിംഗ് ഒക്കെ ചെയ്തു നോക്കുക. ഇലക്ട്രോപ്ലേറ്റിങ്ങിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം, ശ്രദ്ധിച്ചോളൂ. ഒരു ആനോഡ് വേണം, സ്വിച്ച് വേണം, ഒരു ബാറ്ററി വേണം, ഒരു കാഥോഡ് വേണം. അതുപോലെ തന്നെ ഒരു സൊല്യൂഷനും നിർബന്ധമായും വേണ്ടി വരുമല്ലോ അല്ലേ? ഒരു സൊല്യൂഷനും ഉണ്ടായിരിക്കും. ആനോഡ്, കാഥോഡ്, സൊല്യൂഷൻ. ആനോഡ് വേണം, കാഥോഡ് വേണം, സൊല്യൂഷൻ വേണം. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് കാഥോഡ് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്യുന്ന ഇലക്ട്രോഡാണ് കാഥോഡായി മാറുന്നത്. പോസിറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്യുന്ന ഭാഗമാണ് കാഥോഡായി മാറുന്നത്. പിന്നെ നിങ്ങൾക്ക് സൊല്യൂഷനും കാണാൻ പറ്റും. ഇനി നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങൾ, കാഥോഡിൻ്റെ ദേഹത്താണ് അല്ലെങ്കിൽ കാഥോഡിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതായത് ആനോഡിൽ നിന്ന് കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ആനോഡ് റിലീസ് ചെയ്യുന്നു, കാഥോഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇത് ഓർത്ത് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു അയൺ ബാറിൻ്റെ മേലെ ഗോൾഡ് പൂശണം എന്നുണ്ടെങ്കിൽ അയൺ എന്ത് ചെയ്യണം, നെഗറ്റീവ് ആക്കണം, ഗോൾഡ് പോസിറ്റീവ് ആക്കണം. എന്നാലേ ഗോൾഡിൽ നിന്ന് അയണിലേക്ക് ഗോൾഡ് പോകുന്നുള്ളൂ. തിരിച്ച് ബാറ്ററി തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ തിരിച്ചിവിടെ നടക്കും, ഗോൾഡിൻ്റെ മേലെ അയൺ വന്ന് ചാടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട സ്ഥലം ഏതിൻ്റെ ദേഹത്തേക്കാണോ വന്ന് ചാടേണ്ടത് അതെന്ത് ചെയ്യണം, ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഇലക്ട്രോഡ് നെഗറ്റീവ് ചാർജ് കൊടുക്കണം, കാഥോഡ് ആക്കണം. ആരാണോ റിലീസ് ചെയ്യുന്നത് അവരെ എന്ത് ചെയ്യണം, നിങ്ങൾ ആനോഡായി സെറ്റ് ചെയ്യണം, പോസിറ്റീവ് ചാർജ് കൊടുക്കണം. അതുപോലെ തന്നെ സൊല്യൂഷൻ എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം, ഏതാണോ ആനോഡ്, ആനോഡിൻ്റെ സൊല്യൂഷൻ എടുക്കണം. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും സാൾട്ട് സൊല്യൂഷനാണ് ഉദ്ദേശിക്കുന്നത്, ആനോഡിൻ്റെ സൊല്യൂഷൻ എടുക്കണം. ആനോഡ് സിങ്ക് ആണെങ്കിൽ സിങ്ക് സൾഫേറ്റ് നമുക്കറിയാവുന്ന, കോപ്പർ ആണെങ്കിൽ കോപ്പർ സൾഫേറ്റ്, അയൺ ആണെങ്കിൽ അയൺ സൾഫേറ്റ്, ഫെറസ് സൾഫേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഗോൾഡ് ആണെങ്കിൽ മാത്രം കുറച്ച് ബുദ്ധിമുട്ട്, സോഡിയം സയനൈഡിൻ്റെയും ഗോൾഡ് സയനൈഡിൻ്റെയും മിക്സറാണ്. അതുപോലെ തന്നെ സിൽവർ ആണെങ്കിൽ സിൽവർ നൈട്രേറ്റ് നമുക്കറിയാം, AgNO3. അതുപോലെ സിൽവർ സയനൈഡിന് പകരം സിൽവർ സയനൈഡും സോഡിയം സയനൈഡും യൂസ് ചെയ്തിട്ട് നമുക്ക് സിൽവർ നൈട്രേറ്റിന് പകരം വെക്കാം. ഇതെല്ലാമാണ് ഒരു സെറ്റിങ്സ് എന്ന് പറയുന്നത്, ഇലക്ട്രോപ്ലേറ്റിങ്ങിന് വേണ്ട സെറ്റിങ്സ് എന്ന് പറയുന്നത്. എവിടെയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അത് കാഥോഡ്, കാരണം കാഥോഡിൽ റിഡക്ഷൻ നടക്കണം.
ആനോഡിൽ ഓക്സിഡേഷൻ നടക്കണം. ഓക്സിഡേഷൻ നടക്കുന്നതിന് പോസിറ്റീവ് ചാർജ്. സൊല്യൂഷൻ ഏതാ? ആനോഡ് ഏതാണോ അതിൻ്റെ സാൾട്ട് സൊല്യൂഷൻ ഉപയോഗിക്കണം. ഇതാണ് ഇതിന് വേണ്ട സെറ്റിങ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ആകെ ഒന്നേ തന്നിട്ടുള്ളൂ, അയൺ ബാങ്കിൾ കോപ്പർ പ്ലേറ്റിംഗ് എന്നുള്ള ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇലക്ട്രോപ്ലേറ്റിംഗ് ഓൺ അയൺ ബാങ്കിൾ വിത്ത് കോപ്പറിനെ കൊണ്ടാണ് അയൺ ബാങ്കിൾ എന്ത് ചെയ്യുന്നത്, പ്ലേറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ആനോഡായിട്ട് കോപ്പറിനെ സെറ്റ് ചെയ്യണം, കാഥോഡായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ബാങ്കിൾ സെറ്റ് ചെയ്യാം, സ്വിച്ച് വെച്ചു, ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസും കണക്ട് ചെയ്തു. ആനോഡായിട്ട് സെറ്റ് ചെയ്തത് എന്താണ്? കോപ്പർ ഇലക്ട്രോഡ്, കോപ്പർ റോഡ്, ആൻഡ് കാഥോഡ് അയൺ ബാങ്കിൾ, ആൻഡ് സൊല്യൂഷൻ ഏതാണോ ആനോഡ് കോപ്പർ, അപ്പോൾ അതിൻ്റെ സാൾട്ട് സൊല്യൂഷൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഇനി നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കാം. നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ Cu2+ SO4 2- അയോണുകളായി മാറാൻ തുടങ്ങും. CuSO4 split into Cu2+ ions and SO4 2- ions. This Cu2+ ion has positive charge, moves to negative electrode. പോസിറ്റീവ് ചാർജുള്ള അയോണുകൾ എങ്ങനെയാണ് നീങ്ങുക? നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിലേക്ക് നീങ്ങും, അതായത് അയൺ ബാങ്കിളിലേക്ക് നീങ്ങും. അവിടെ ചെന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. Cu2+ അയോൺസ് ആണ് എങ്ങോട്ട് നീങ്ങുന്നത്? കാഥോഡിലേക്ക് നീങ്ങുന്നത്. മൂവ്സ് ടു കാഥോഡ്. അവിടെ ചെന്നിട്ട് 2 ഇലക്ട്രോൺസിനെ റിസീവ് ചെയ്ത് കോപ്പർ ആറ്റമായി മാറും. ആ കോപ്പർ ആറ്റംസ് ആണ് എന്ത് ചെയ്യുന്നത്, പിന്നെ ഈ അയൺ ബാങ്കിളിൽ ഒട്ടിപ്പിടിച്ച് കാണുന്നത്. നമ്മൾ അയൺ ബാങ്കിളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പർ ആറ്റമാണ്. ഈ കോപ്പർ ആറ്റം ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അയൺ ബാങ്കിൾ കുറേ കഴിയുമ്പോൾ ഒരു കോപ്പർ കളറിൽ കാണാൻ പറ്റും. അപ്പം നമുക്ക് ചിന്തിക്കാം, ഈ കോപ്പർ സൾഫേറ്റിന് ബ്ലൂ കളറാണ്, നീല കളറാണ്. എന്താണ് കാരണം? നമ്മൾ പഠിച്ചിട്ടുണ്ട്. Cu2+ അയോണിൻ്റെ പ്രസൻസ് ആണ് കോപ്പർ സൾഫേറ്റിന് ബ്ലൂ കളർ കൊടുക്കുന്നത്. Cu2+ അയോൺസ് മുഴുവൻ എവിടേക്ക് പോയി? കാഥോഡിലേക്ക് പോയി, അവിടെ കോപ്പർ ആറ്റമായി മാറി കിടക്കുകയാണ്. അങ്ങനെയെങ്കിൽ കോപ്പർ സൾഫേറ്റിലെ Cu2+ അയോണിൻ്റെ എണ്ണം കുറഞ്ഞില്ലേ? അതിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞില്ലേ? കോൺസെൻട്രേഷൻ ഓഫ് CuSO4 കുറഞ്ഞോ? ഇല്ല. ഒരേപോലെ തന്നെ നിലനിർത്താനാണ് നമ്മളിവിടെ ആനോഡിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്, കോപ്പർ. ഈ ആനോഡ് എന്ത് ചെയ്യുമെന്നറിയോ? കോപ്പർ ആറ്റം കോപ്പർ അയോണുകളായി മാറാൻ തുടങ്ങും. കോപ്പർ ആറ്റം Cu2+ 2 ഇലക്ട്രോണായി മാറാൻ തുടങ്ങും. ഈ Cu2+ ഏതിന് പകരമായിട്ട് ചെല്ലുന്നു? കോപ്പർ സൾഫേറ്റിലെ Cu2+ എവിടേക്ക് പോയി? കാഥോഡിലേക്ക് പോയി. അവിടേക്ക് പകരമായിട്ട് ആര് ചെന്നു? ആനോഡിൽ നിന്ന് Cu2+ അയോൺസ് പോയി. അപ്പോൾ ഒരേപോലെ തന്നെ അതിൻ്റെ കോൺസെൻട്രേഷൻ എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടി ആർക്ക് കഴിയുന്നു? CuSO4 കഴിയുന്നു. നമ്മൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ റിസൾട്ടായി ഈ ബാങ്കിൾ എന്ത് കളറിൽ കാണാനും പറ്റും? ബാങ്കിൾ കോപ്പർ കളറിൽ കാണാൻ പറ്റും. എവിടെ ഒരു ഡീകേ സംഭവിച്ചിട്ടുണ്ടാവും, അതായത് ഈ കോപ്പർ ഇലക്ട്രോഡ് കുറേ സമയം കഴിയുമ്പോൾ ഡീകേ സംഭവിച്ചിട്ടുണ്ടാവും ആനോഡ്. ആ ആനോഡിൽ നടക്കുന്ന ഓക്സിഡേഷൻ നമ്മൾ പഠിച്ചു, വിട്ടുകൊടുക്കലാണ് അല്ലേ? ആനോഡിൽ ഓക്സിഡേഷൻ സംഭവിച്ചു. ഈ ആനോഡിൽ പോയ കോപ്പർ ആറ്റങ്ങൾ തന്നെയാണ് ഇപ്പുറത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ Cu2+ അയോൺ ആയിട്ടാണ് എവിടേക്ക് പോകുന്നത്? കാഥോഡിലേക്ക് മൂവ് ചെയ്യുന്നത്. ഇതാണ് ഒരു ഇലക്ട്രോപ്ലേറ്റിംഗ് ഓഫ് അയൺ ബാങ്കിൾ കോപ്പർ വെച്ചിട്ട് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ഇതൊക്കെ എങ്ങനെയാണ് ചോദിക്കാൻ നോക്കാം. എക്സാമിന് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരാറ് നോക്കാം. നമുക്ക് കോപ്പർ പ്ലേറ്റിംഗ് ഓൺ അയൺ, ഇതാണ് നമ്മൾ കണ്ടത്. ഇവിടെ ആനോഡ്, കാഥോഡ്, സൊല്യൂഷൻ ഓർ ഇലക്ട്രോലൈറ്റ്. സൊല്യൂഷൻ എന്ന് പറയുന്നത് അതാണ്, ഇലക്ട്രോലൈറ്റ് ആണ്. ആനോഡ്, കാഥോഡ് ഏതിൻ്റെ ദേഹത്തേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? അതാണ് കാഥോഡ്. ഏത് മെറ്റലാണോ വിട്ടുകൊടുക്കുന്നത് അതാണ് ആനോഡ്. സൊല്യൂഷൻ ആനോഡിൻ്റെ സൊല്യൂഷൻ ആയിരിക്കണം കോപ്പർ സൾഫേറ്റ്. ഇതാണ് എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഇത്തരത്തിലാണ് ചോദിക്കുക. അതുപോലെ തന്നെ ഗോൾഡ് പ്ലേറ്റിംഗ് ഓൺ സിൽവർ, ഇതാണ് പഠിച്ചു വെക്കേണ്ടത് നമ്മൾ. ഗോൾഡ് ഏതിൻ്റെ ദേഹത്ത് പൂശണം? സിൽവറിൽ പൂശണം.
സിൽവറിൻ്റെ ദേഹത്തേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലേ, ഡെപ്പോസിറ്റഡ് ഓൺ സിൽവർ. അതുകൊണ്ട് തന്നെ സിൽവറിനെ നമുക്ക് എന്താക്കി എടുക്കാം, കാഥോഡാക്കി എടുക്കാം. സിൽവർ കാഥോഡാണ്. ആനോഡ് ഏതാണ്, ഗോൾഡാണ് റിലീസ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്സിഡേഷൻ സംഭവിക്കുന്നത് ഗോൾഡിലാണ്, ആനോഡിലാണ്. ഇനി സൊല്യൂഷൻ ഏതാ, ഓർ ഇലക്ട്രോലൈറ്റ് ഏതാ? സൊല്യൂഷൻ ശ്രദ്ധിക്കണം, ഗോൾഡ് ആവുമ്പോൾ ഗോൾഡ് സയനൈഡിൻ്റെയും സോഡിയം സയനൈഡിൻ്റെയും സൊല്യൂഷനാണ് സൊല്യൂഷൻ ഓഫ് സോഡിയം സയനൈഡ് പ്ലസ് ഗോൾഡ് സയനൈഡ്. ഗോൾഡ് സയനൈഡിൻ്റെയും സോഡിയം സയനൈഡിൻ്റെയും മിക്സറാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മിക്സ്ചർ ഓഫ് സോഡിയം സയനൈഡ് ആൻഡ് ഗോൾഡ് സയനൈഡ് യൂസിങ് വെൻ ആനോഡ് ആസ് ഗോൾഡ് ആനോഡായി വരുമ്പോൾ നമ്മൾ ഇതാണ് സൊല്യൂഷൻ കൊടുക്കേണ്ടത്. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. സിൽവർ ആയിക്കോട്ടെ. സിൽവർ പ്ലേറ്റിംഗ് ഓൺ കോപ്പർ. കോപ്പറിന്റെ മേലെ സിൽവർ പൂശുകയാണെങ്കിൽ ഇവിടെ കോപ്പർ ആരായിരിക്കും, കാഥോഡാണ്. ആനോഡായി വരുന്നത് ആരാണ്, ആനോഡ് സിൽവർ ആണ്. സൊല്യൂഷൻ നമുക്കറിയാം, സൊല്യൂഷൻ ഏതാണ്, സിൽവർ നൈട്രേറ്റ് എടുക്കാം, AgNO3, അല്ലെങ്കിൽ സോഡിയം സയനൈഡിൻ്റെയും സിൽവർ സയനൈഡിൻ്റെയും മിക്സർ എടുക്കാം. മിക്സർ ഓഫ് സോഡിയം സയനൈഡ് ആൻഡ് ഗോൾഡ് സയനൈഡ്, സിൽവർ സയനൈഡ്. അപ്പോൾ ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ് സയനൈഡ്, സോഡിയം സയനൈഡ്. സിൽവർ ആണെങ്കിൽ സോഡിയം സയനൈഡ് പ്ലസ് സിൽവർ സയനൈഡ്. ഇതാണ് നിങ്ങൾ ആനോഡും കാഥോഡും എടുക്കേണ്ടത് ഇലക്ട്രോപ്ലേറ്റിംഗിൽ. ഇനി വാട്ട് ആർ ദി യൂസസ് ഓഫ് ഇലക്ട്രോപ്ലേറ്റിംഗ് ഇൻ അവർ ഡെയിലി ലൈഫ്? നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് എന്തെല്ലാം യൂസസ് ആണ് ഇലക്ട്രോപ്ലേറ്റിംഗ് കൊണ്ടുള്ളത് എന്നുള്ളത് നമുക്ക് പഠിക്കണം. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഏറ്റവും പ്രധാനമാണ് എന്ത്, മെറ്റൽസിൻ്റെ ഡീകേ അല്ലെങ്കിൽ മെറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് അല്ലേ. അതാണ് പ്രൊട്ടക്റ്റ് മെറ്റൽ ഫ്രം ഡീകേ. അതാണ് ഏറ്റവും വലിയ ഒരു യൂസസ് ഇലക്ട്രോപ്ലേറ്റിംഗ് കൊണ്ട് നമ്മുടെ ഈ ഒരു മനുഷ്യർക്കുള്ളത്. അതുപോലെ ഗോൾഡ് പ്ലേറ്റഡ് ജ്വല്ലറി, അതൊക്കെ പിന്നെ നമുക്കൊരു ആർഭാടത്തിന് വേണ്ടിയുള്ളതാണ്. ജ്വല്ലറീസ് ഗോൾഡ് പ്ലേറ്റ് ചെയ്യാം. ക്രോമിയം പ്ലേറ്റഡ് ഹാൻഡിൽ ബാർസ്, ഇതും കറക്റ്റ് എന്താണ്, ക്രോമിയം പ്ലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ ഹാൻഡിൽ ബാറുമേ ക്രോമിയം പ്ലേറ്റ് ചെയ്യുന്നത്, ശരിക്കും ഒരു പ്രൊട്ടക്ഷൻ ഓഫ് മെറ്റലാണത്. സിൽവർ പ്ലേറ്റഡ് യൂട്ടൻസിൽസ്, നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളിലൊക്കെ സിൽവർ കോട്ട് ചെയ്യുന്നത് ഇലക്ട്രോപ്ലേറ്റിംഗ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മുടെ 3rd ചാപ്റ്റർ ഇതോടുകൂടി കഴിയാണ്. 3rd ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ അതിലെ എക്സ്ട്രാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, വാട്സപ്പ് ചെയ്യാം. അതൊക്കെ നമുക്ക് ക്ലിയർ ആക്കിയിട്ട് അടുത്ത ചാപ്റ്ററിൽ കൂടുതൽ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് 4th ചാപ്റ്ററുമായി കാണാം. താങ്ക് യു.